ഈ കേരളത്തിൽ കഴിഞ്ഞ 28 വർഷമായിക്കൊണ്ട് വെള്ളാപ്പള്ളി നടത്തുന്ന കുരുതി ഒരു സമുദായത്തോട് കിടന്ന അനീതിക്കെതിരെ പോരാടുവാൻ തയ്യാറായ സന്നദ്ധ ഭടന്മാരായിരിക്കുന്നു. ഈ ഭടന്മാരെ അഭിവാദം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഭാവിയിൽ ഈ പ്രസ്ഥാനത്തിന് കരുത്തേക്കുമെന്നും ഈ അനീതിക്കെതിരെ പോരാടാൻ ഉണ്ടാകുന്നൊരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഘടകമാണ്. അപ്പോൾ അത്തരം ഒരു ഘടകത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനോട് നമ്മുടെ ചെയർമാൻ പറയുണ്ടായി, ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ കൂടിയായ ഞാൻ ഈ ധർണയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ജപ്തിയെ കുറിച്ചക്കാരിൽ കൂടെ പറഞ്ഞു അദ്ദേഹം നിർദ്ദേശിച്ച് പറയുകയാണ്. ഇവിടെ പലരും നമ്മുടെ വെള്ളാപ്പള്ളിയുടെ ചില വായ്നോക്കുകൾ പറയുണ്ടായി, SNDP ആഫീസ് ജപ്തി ചെയ്തിട്ടില്ല, അത് വെറും അനാവശ്യമായ പ്രചരണമാണെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, 2016 ജനുവരി മാസത്തിലാണ്, ജനുവരി മാസം 23 SNDP ഓഫീസിന്റെ മേൽ പരിപാവനായ ഗുരുവായൂർ വരുന്ന മഹത്തായ ആസ്ഥാനത്തിന്റെ മുമ്പിൽ മുണ്ടക്കൽ വില്ലേജ് ഓഫീസർ പാർട്ടി പോയി നോട്ടീസ് പതിച്ച് നടത്തിയത്. SNDP യോഗത്തിന്റെ ആസ്ഥാനം ജപ്തിയുടെ നോട്ടീസ് കേരളത്തിലെ ഗുരുദേവരുടെ കസേര നടക്കുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഭിത്തിയിൽ മുണ്ടക്കൽ വില്ലേജ് ഓഫീസർ പാർട്ടി പോയി നോട്ടീസ് നടത്തി. ഈ നോട്ടീസ് നടത്തുമ്പോൾ ആരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്? UDF ഭരണമായിരുന്നു. ആരാ UDFിന്റെ റവന്യൂ മന്ത്രി? ശ്രീമാൻ അടൂർ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന SNDPയുടെ മഹത്തായ നേതാവിന്റെ പ്രിയങ്കരനായ പുത്രൻ ശ്രീ അടൂർ പ്രകാശ്. അദ്ദേഹം ഇപ്പോൾ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയാണ്. പ്രധാന SNDPയാണ്. പക്ഷെ ആറ്റിങ്ങൽ മത്സരിക്കുന്ന പ്രത്യേകമുണ്ട്. ആറ്റിങ്ങൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളെയും ഞാൻ ജാതിക്കോളം നോക്കിയപ്പോൾ 3 പേര്, ജാതി പറയാൻ പാടുന്ന നോക്കിയപ്പോഴത്തെ 3 പേരും ഹിന്ദു ഈഴവന്മാരാണ്. LDFിന്റെയും UDFിന്റെയും NDAയുടെയും. NDAയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയാണ്. അടൂർ പ്രകാശ് സംസ്ഥാനത്തെ റവന്യൂ മന്ത്രി ആയിരുന്നു. അതോടൊപ്പം തന്നെ പ്രശസ്തനായ മറ്റൊരു MLA കൂടിയാണ്. ഈ 3 പേരും വർക്കലയിൽ ആറ്റിങ്ങൽ വർക്കല ഉൾപ്പെടുന്ന ആദ്യം മത്സരിക്കുക എന്തിനു വേണ്ടിയാണ്? ഈ രാജ്യത്തെ ഏറ്റവും പ്രബല സമുദായമായ SNDP അല്ലെങ്കിൽ ഈഴവരുടെ സമുദായത്തിന്റെ വോട്ടിട്ടുള്ള സംശയമുണ്ടോ? അതന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പ്രബല സമുദായമായ SNDP യോഗത്തിന്റെ ഓഫീസ് ആസ്ഥാന മന്ദിരം 2016 ജപ്തി ഉത്തരവിട്ട് റവന്യൂ മന്ത്രി അറിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ശ്രീമാൻ അടൂർ പ്രകാശ് UDFിന്റെ സ്ഥാനത്ത് മനസ്സിലാക്കി ഞങ്ങളുടെ ഗുരുതരമായ ആരോപണം പരസ്യമായ ആരോപണം ഉന്നയിക്കുന്നത്. അടൂർ പ്രകാശ് ഇരിക്കുന്ന റവന്യൂ മന്ത്രി, ഞാനെന്ന സർവീസിലുണ്ട്, ഞാൻ സർവീസ് ഉള്ളപ്പോഴാണ് ഈ റവന്യൂ മന്ത്രി ഈ ആസ്ഥാന മന്ദിരം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടപ്പോൾ അദ്ദേഹം അറിഞ്ഞില്ലേ? ഞാൻ ആസ്ഥാന മന്ദിരം ജപ്തെന്ന് പറയാൻ കാരണം എന്താണ്? ഈ 1 കോടിയിൽ കൂടുതൽ പൈസ ജപ്തി വരികയാണെങ്കിൽ അതൊക്കെ അറിയേണ്ട റവന്യൂ മന്ത്രി വരുന്ന ആൾക്കാരിയേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് 3,90,60 ലക്ഷം രൂപയ്ക്ക് ഈ ജപ്തി വരുമ്പോഴത്തേക്ക് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. ആ ജപ്തി ചെയ്യപ്പെട്ട പേപ്പർ വെള്ളാപ്പള്ളി എന്താ ഇതാണ് സ്ഥിരം പരിപാടിയാണ്. സാധാരണ വെള്ളാപ്പള്ളിയുടെ ആഫീസ് ജപ്തി ധാരാളം ചോദിക്കുന്ന മട്ടിലാണ്. സാറ് പൈസ എന്തിനാ ജപ്തി ചെയ്തത്? അവിടെ അടിസ്ഥാനമുണ്ട്. കേരളത്തിലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പട്ടിണി പാവട് പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോഴത്തേക്ക് ആ സംവരണം കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആനുകൂല്യം കിട്ടാതെ വന്നു, ജോലി കിട്ടാതെ വന്നു. അന്ന് ശരിക്കും VP സിംഗിന്റെ കാലത്ത് ഒരു പ്രൊവിഷനായിരുന്നു സാധാരണക്കാരന്റെ പട്ടിണി പാവങ്ങളെ ഈഴവർക്ക് പിന്നോക്കക്കാർക്ക് സാധാരണ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടിണി പാവം കൊടുക്കാൻ വേണ്ടി സർക്കാർ കൊടുത്തയാണ്. കഴിഞ്ഞ ദിവസം V മുരളി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി 400 കോടി രൂപയാണ് കഴിഞ്ഞ കൊല്ലം കൊടുത്തത്. കഴിഞ്ഞ വർഷം പിന്നോക്ക കോർപ്പറേഷന് പട്ടിണി പാവങ്ങൾക്ക് വിതരണം ചെയ്ത് 400 കോടി രൂപ കൊടുത്തു. ഈ 400 കോടി രൂപയിൽ 1 രൂപ കിട്ടിയോ? ഈഴവന് കിട്ടിയോ? കേരളത്തിലെ ഏതാണ്ട് 3 ജനവിഭാഗത്തിൽപ്പെടുന്ന ഈഴവ സമുദായത്തിലെ അംഗങ്ങൾക്ക് 1 രൂപ കിട്ടിയില്ല. വെള്ളാപ്പള്ളി അറിഞ്ഞോ? ഇല്ല. അടൂർ പ്രകാശ് അറിഞ്ഞോ? ഇല്ല. ഈ പറയുന്ന കേന്ദ്രമന്ത്രി V മുരളീധരൻ അറിഞ്ഞോ? ഇല്ല. ശ്രീ ജോയി അറിഞ്ഞോ? ഇല്ല. ചേർത്ത് ആലപ്പുഴ കൊല്ലത്ത് മത്സരിക്കുന്ന മുകേഷ് അറിഞ്ഞോ? ഇല്ല. പ്രേമേന്ദ്രൻ അറിഞ്ഞോ? ഇല്ല. ഇവിടെ കൃഷ്ണകുമാർ അറിഞ്ഞോ? ഇല്ല. ഈ കേരളത്തിലെ 2 ഏറ്റവും കൂടുതൽ ഈഴവ സമുദായം തെങ്ങിപ്പാർക്കുന്ന 2 ജില്ലയാണ് കൊല്ലവും ആറ്റിങ്ങലും. ഈ കൊല്ലത്തും ആറ്റിങ്ങലും നിൽക്കുന്ന ഈ സ്ഥാനത്ത് എന്തിനു വേണ്ടിയാണ്? ഈഴവ സമുദായത്തിന്റെ വോട്ട് കൂടുതൽ കേന്ദ്രീകരിക്കാൻ. ഈഴവ സമുദായത്തിന്റെ ആഫീസ് ജപ്തി ചെയ്തു. ഈഴവ സമുദായ ഗുരുദേവന്റെ പരിപാലന കസേര ജപ്തി ചെയ്തു. ഇവരാരെങ്കിലും വേണ്ടിയോ? ഞങ്ങളെല്ലാം ഞങ്ങളുടെ UDFകാരുണ്ട്, LDFകാരുണ്ട്, NDAക്കാരൊക്കെ ഉണ്ട്. ഞാൻ നമ്മുടെ കൂടെയുള്ളവരോട് പറയാം, നിങ്ങൾ മനസ്സിലാക്കണം, തത്വബോധം മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ 3 മുന്നണികളും ഇവിടുത്തെ ഈഴവൻ നശിപ്പിച്ചിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നവരാ? വൈക്കോല് കിട്ടാൻ കൊടുക്കുന്ന കറ്റി വൈക്കോൽ എന്ന് പറഞ്ഞ പോലെ ഈഴവനെ കൊല്ലുവാൻ വേണ്ടി കോടാലി പിടി പോലെ ഈഴവൻ നശിപ്പിക്കാൻ വെള്ളാപ്പള്ളി നിന്ന് പിടി നിൽക്കുക. വെള്ളാപ്പള്ളി പിടിയിലൂടെ കേരളത്തിൽ ഈഴവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായ പ്രശ്നം. ഞാൻ പറയുന്നത് ഈ ജപ്തി നടപടികൾ വെല്ലുവിളികൾ പറയുന്നു. ഈ 3 പേര് അറിഞ്ഞോ? നിർത്തിവെങ്കിൽ സാധാരണക്കാർ വോട്ടർമാർ ചോദിക്കട്ടെ. ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടു. വെള്ളാപ്പള്ളി പറയില്ല. കാരണം വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ ജപ്തി പുറത്തു പോകാൻ എന്ത് പറ്റും? വെള്ളാപ്പള്ളി അകത്തു. കാരണം എന്താ? ഈ വായ്പ എന്തിനാണ് കൊടുത്തത്? ഈ വായ്പ കൊടുത്തതിനാണ് സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായി ഈഴവർക്ക് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നോക്കാർക്ക് കൊടുക്കാൻ വേണ്ടി SNDP ലത്തീൻ കത്തോലിക്ക് കൊടുത്തിട്ടുണ്ട്, മുസ്ലിമിന് കൊടുത്തിട്ടുണ്ട്, വള്ളവർക്ക് കൊടുത്തു. കേരളത്തിൽ സമസ്ത വിഭാഗം പിന്നോക്കക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈഴവനെ കിട്ടുന്നുണ്ട്. ഈ പൈസ കിട്ടി വെള്ളാപ്പള്ളി നേരത്തെ ഇവിടെ പ്രവേശിച്ച് സൂചിപ്പിക്കുന്നുണ്ടായി. ഈ കിട്ടിയ പൈസ എന്താ ചെയ്ത്?
ഈ പൈസ ഇത് ബാർ മുതലാളിമാർക്ക് കള്ളഷാപ്പുകാർക്കും കള്ളക്കച്ചവടക്കാർക്കും അരികത്തുകാർക്കും കൊടുത്ത ആവശ്യം പോലെ കാശ് വരെടുത്തു. ഞാനിപ്പോഴും ബഹുമാനപൂർവ്വം പറയും, ആദരണീയ വി എസ് അച്യുതാനന്ദൻ, കേരളത്തിന്റെ പറയുന്നത് തരി എന്ന് പറയാൻ പറ്റും വി എസ് അച്യുതാനന്ദൻ ആദരപൂർവ്വം കാണും. ഈയിടവരോടൊപ്പം സ്നേഹം കാണിച്ചു അച്യുതാനന്ദൻ പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശ നീ കാശ് ഇവിടെ കൊണ്ടേ കൊടുത്തു, നീ കൊണ്ടേ കള്ളഷാപ്പർ കൊടുത്തില്ലേ, വെള്ളാപ്പള്ളി നടേശ ഇത് പാവങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. അതേ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശ ഈ പൈസ പാവങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് അഭിമാനപൂർവ്വം വി എസ് അച്യുതാനന്ദൻ പറയണ്ട ഈ പൈസ പാവങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. വെള്ളാപ്പള്ളി ചെവിക്കൊണ്ടില്ല, വി എസ് അച്യുതാനന്ദൻ പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് മൈക്രോ ഫൈനാൻസിൽ ലോൺ കൊടുക്കേണ്ട പാവങ്ങളുടെ പൈസ എന്ത് ചെയ്തു, ഈ പാവങ്ങൾ കൊടുക്കാതെ വെള്ളാപ്പള്ളി നടത്തും കള്ളഷാപ്പ് കൊടുത്ത് കാശുണ്ടാക്കി. അവർക്ക് കാശ് കൊടുത്തു. ഡെപ്യൂട്ടീസ് വെള്ളപ്പള്ളി എന്താ ചെയ്ത് പോയി സ്റ്റേ വാങ്ങി ചോദിച്ചു. വെള്ളപ്പള്ളി നടത്താൻ ആർട്ടിസ്റ്റ് നടത്താൻ പറ്റിയില്ല. സ്റ്റേയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മുണ്ടയ്ക്കൽ വലിയ ഓഫീസർ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ നോട്ടീസ് വലിയ ഇവിടെ പതിച്ചു. വെള്ളാപ്പള്ളി ഇവിടെ ഓഫീസിൽ വിടുവോ? വെള്ളാപ്പള്ളി നടത്തിൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ ഉദ്യോഗസ്ഥർക്ക് കോർട്ടൻസി കേസ് കൊടുത്തു. കാരണം എന്താ അവരവരുടെ ജോലി. കാരണം ഗവൺമെന്റ് പറഞ്ഞ് ഒരു സർക്കാർ ജീവനക്കാരി ഗവൺമെന്റ് നടപ്പാക്കാണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ നോട്ടീസിന് പ്രകാരം ജപ്തി ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് നോട്ടീസ് കൊടുത്ത് അവർ പോയി കോടതിയിൽ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചെയ്തൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ സർക്കാർ പറഞ്ഞു നടപ്പാക്കാൻ വേണ്ടി കൊടുത്തു, നിങ്ങൾ കസ്റ്റഡിക്കുന്നു ആരെന്ന് കാര്യങ്ങളുണ്ട്. അങ്ങനെ കോടതി അത് അവരുടെ കണ്ണും കൊടുത്ത് തള്ളിക്കളഞ്ഞുകൊണ്ട് ജപ്തി നൽകി വന്നു. വീണ്ടും വെള്ളാപ്പള്ളി ഒരു സ്റ്റേ വാങ്ങിച്ചു വെച്ചു. അവിടെ വലിയൊരു കള്ളക്കളി എഴുതിയിട്ടുള്ള കള്ളക്കളി എന്ന് പറഞ്ഞാൽ ശ്രീമാൻ അച്യുതാനന്ദൻ കൊടുത്ത കേസാണെങ്കിൽ പോലും പിന്നീട് വന്ന പിണറായി ഗവൺമെന്റ്, പിണറായി വിജയന്റെ സർക്കാർ എന്ത് ചെയ്തു, ഈ വെള്ളാപ്പള്ളി നടേശന്റെ അവിസംവാദത്തിന് അവിശ്വത്തിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ആ ജപ്തിയോട് മൂടി വെച്ചു കൊടുത്തു. കാരണം 3,60,00,000 രൂപയുടെ ജപ്തി എന്ന് ഞങ്ങൾ റവന്യൂ ജീവനക്കാരുടെ വലിയൊരു എമൗണ്ട് ആണ് ഇവിടെ അറിയാൻ സാധിക്കും. ഈ എമൗണ്ട് പിരിക്കുന്ന അതിന്റെ 15% പലിശ അടക്കം പിടിച്ച 7.5% സർക്കാരിന് കിട്ടുന്ന കാശ്. സാമ്പത്തിക പൊറുതിയിൽപ്പെട്ട് നട്ടത്തിന് സർക്കാരിന് ഇതിന്റെ 7.5% വരും. അപ്പൊ ഈ പൈസ പിരിക്കാൻ യാതൊരു താല്പര്യം കാണിച്ചില്ല. കാരണം എന്താണ്, റവന്യൂ റിക്കവറി നിയമത്തിന് 48 പറയുന്ന പ്രകാരം ഏതെങ്കിലും ആൾ കുടിശ്ശിക വരുത്തുകയാണെങ്കിൽ അയാളുടെ ഏത് വിഷയവും ചെക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോ വേണമെങ്കിൽ സർക്കാർ വേണേൽ പറയാം, നിങ്ങൾ മഹത്തായ SNDP പ്രസ്ഥാനത്തിന് ആസ്ഥാനം ചെക്ക് ചെയ്യുന്നതിനെ പറയാം, അതുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാൻ പറയാം. പക്ഷെ എന്തുകൊണ്ട് മോഷണം നടത്തി കള്ളത്തരം നടത്തി വെട്ടിപ്പെടുത്ത് വെള്ളാപ്പള്ളി വീട്ടിൽ മേടിച്ചില്ല? ഈ തുക വെട്ടിപ്പെടുത്ത വെള്ളാപ്പള്ളി നടേശനല്ലേ? എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ സ്വത്തുക്കൾ ജപ്തി ഈടാക്കിയതിന് ഗവൺമെന്റ് മറുപടിയില്ല? വെള്ളാപ്പള്ളി ഇത് മൂടി വെച്ചു. കഴിഞ്ഞ 4-5 വർഷം മൂടി വെച്ചു. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഇവിടെ പരമേശ്വരൻ സൂചിപ്പിച്ചു, വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിൽ ഒഴിയുന്ന അനിവാര്യമായി. എങ്ങനെ അനിവാര്യമായി മാറുന്നു? 2015 അധികാരത്തിൽ കയറിയ വെള്ളാപ്പള്ളി 2010 2015 അധികാരം ഒഴിയേണ്ടതാണ്. 2020 അധികാരം ഒഴിയേണ്ട വെള്ളാപ്പള്ളിയാണ് 2015 കയറിയിട്ട്. ഈ 2005 വർഷം തുടങ്ങി. ഒരു വർഷം കോവിഡ് ഒന്നും പോയി പോട്ടെ. 2016 തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. 2023 തെരഞ്ഞെടുപ്പാണ്. 21 നടത്തുന്നതാണ്. 20 നടത്തില്ല, 22 നടത്തി, 23 നടത്തി. ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കണം, വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ SNDPയുടെ സെക്രട്ടറി അല്ല. വെള്ളാപ്പള്ളിയുടെ കാവൽ മന്ത്രിസഭയുടെ ആളാണ്, കാവൽ നിയമം ആളാണ് കേരളത്തിൽ. കാരണം എന്താ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അല്ല. കാരണം എന്താ, SNDP ഒരു കമ്പനി, ഇന്ത്യൻ കമ്പനീസ് ഇങ്ങനെ പറയാൻ ഒരു എന്താ പറയുന്നത്, കമ്പനീസ് ആക്കിയാൽ ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ഈ കമ്പനിക്ക് 5 വർഷക്കാലം തെരഞ്ഞെടുപ്പ് നടത്തണം. ഈ തെരഞ്ഞെടുപ്പ് 2010 തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. 2020 അവസാനിക്കേണ്ട കാലാവധി 4 വർഷം നീട്ടിക്കൊടുത്തു. അപ്പൊ എന്താ, അവിടെ കഴുതുണ്ട്. SNDPയുടെ ഭരണഘടനയെ പറയുന്നുണ്ട്, ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടില്ല പകരം ആള് വരുന്നവരെ ഇരിക്കാന്ന് പറയും. നാണക്കേടല്ലേ വെള്ളാപ്പള്ളി? 28 വർഷം ഇരുന്നില്ലേ? ഈ 4 വർഷവും ഇനി അധികാരത്തിലെ ജനങ്ങളുടെ മാൻഡേറ്റിലായിരിക്കുന്നു. നാണക്കേടെ സഭ ഒലിക്കട്ടി അല്ലെങ്കിൽ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ വെള്ളാപ്പള്ളി ഇരിക്കൂ. എന്താ കാര്യം? വെള്ളാപ്പള്ളിക്കറിയാൻ പുറത്തിറങ്ങിയ നാളെ ജയിലിലാണ് അദ്ദേഹം. കാരണം ഈ സ്വത്തിന്റെ സമ്പത്തിന്റെ ആസ്ഥാനത്തിന് കൈവച്ചുകൊണ്ടാണ് കേരള ജനങ്ങളെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടത്തി 2020 രാജിവെക്കേണ്ട ആളാണ്, തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആളാണ്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താത്തത്? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ കൂടെ ആളൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്താ ഇങ്ങനെ നടത്താത്തെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ നമ്മുടെ ചെയർമാൻ ചന്ദ്രസേൻ സാർ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കണം, SNDP യോഗത്തില് വോട്ടിന്റെ അവകാശം നിങ്ങൾ കൊടുത്ത് ചന്ദ്രസേനും കൊടുത്ത് കേസ് വന്നതാണ്. മേലിൽ SNDP യോഗത്തിൽ എല്ലാവർക്കും വോട്ടവകാശം. കാര്യം എന്താ, ഇതൊരു കമ്പനിയാണ്. ഞാൻ പറഞ്ഞ നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് മൊത്തം വോട്ടവകാശമുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ കള്ള വോട്ട് മനസ്സിലാക്കി. രണ്ടാമതാണ്, ഈ പ്രസ്ഥാനത്തിൽ ഇനി 2 ടേമിൽ കൂടുതലാക്കി ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ നിയമമാണ് പറഞ്ഞു 2 ടേമിൽ കൂടുതൽ വെള്ളാപ്പള്ളി വരാൻ പറ്റും. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, SNDP പ്രസ്ഥാനത്തിൽ കള്ളു കച്ചവടത്തിന് സാധനമില്ല. അവ 3 ഡിമാൻഡിൽ വെള്ളാപ്പള്ളി കടന്നു വരും. തെരഞ്ഞെടുപ്പിലൂടെ വരാൻ സാധിക്കില്ല, കള്ളു കച്ചവടക്കാൻ വരാൻ പറ്റില്ല, കാലാവധി വരാൻ പറ്റില്ല, ഇനി വരാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം പ്രിയപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കണം, വെള്ളാപ്പള്ളിയുടെ യുഗം അവസാനിച്ചു. പക്ഷെ ഇതിലെ പാമ്പ് ചത്താലും വാലിട്ടടിക്കുന്നില്ല, പാലിങ്ങനെ കണക്കിട്ടിരിക്കും. വെള്ളാപ്പള്ളി ചത്തു, ഇനി വാലണിക്കൊണ്ട് ചെയ്യുന്നു. ഈ വാല് കണ്ടാണ് രാഷ്ട്രീയക്കാർ പേടിക്കുന്നത്. കാരണം വാലല്ല പ്രശ്നം, അദ്ദേഹത്തിനെങ്കിൽ അമിതമായ സമ്പാദ്യം. വെള്ളാപ്പള്ളി വിഴുങ്ങിയ കുറെ സ്വത്തുണ്ട്.
മലമ്പാമ്പ് ചത്തിടുന്നതിൽ ബാലനങ്ങെങ്കിലും ആ മലമ്പാമ്പിന്റെ ഉള്ളിൽ അമിതമായ സമ്പത്ത് കയ്യിരിക്കും. ഈ സമ്പത്തിന് ആർക്ക് കൊണ്ടാണ് ഈ പറഞ്ഞ LDF, UDF, NDA ഒക്കെ വെള്ളാപ്പള്ളി സ്വാധീനം ജനങ്ങൾക്ക് വേണ്ടിയാണ്, വോട്ടിന് വേണ്ടിയല്ല. അപ്പൊ അങ്ങനെ ആ വെള്ളാപ്പള്ളി നടത്താൻ അവിഹിതമായി സമ്പാദിച്ച സ്വത്തുക്കൾക്ക് ആഗ്രഹിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഈഴവ പ്രസ്ഥാനത്തെ കൊള്ളയടിക്കുന്നത്. കേരളത്തിലെ ഈഴവ പ്രസ്ഥാനത്തെ കൊള്ളയടിക്കുകയും ഗുരുദേവന്റെ കസേര ചെപ്പിയിട്ടും ഞാനീ പറഞ്ഞില്ലേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈഴവരുള്ള രണ്ട് ജില്ലകളായ, 2 നിയോജകമണ്ഡലങ്ങളായ കൊല്ലത്തെയും ആറ്റിങ്ങലിലെയും സ്ഥാനാർത്ഥികൾ പോലും വേണ്ടുന്നില്ല. ഈ ദയനീയാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കാനാണ്. അവിടെയാണ് ഗവൺമെന്റ് എന്ത് അനൗൺസ് ചെയ്തിട്ടു. ഈ അതൊക്കെ ഇതൊരു പ്രശ്നം. വെള്ളാപ്പള്ളി വേറെ ഒരു കൂട്ട് പറയട്ടെ, വെള്ളാപ്പള്ളിയെ പോലെ ആളൊന്നും അടയ്ക്കാറ് 10-30 അയക്കുമ്പോൾ നിസ്സാരല്ല. എന്താ സുഹൃത്തുക്കൾ അടയ്ക്കാത്തത്? അടച്ച വെള്ളപ്പള്ളി വെള്ളം അകത്താം. വെള്ളപ്പള്ളി ബുദ്ധിമാനാ. കാരണം യോഗത്തിൽ നിന്ന് കട്ടെടുത്ത് അല്ലെങ്കിൽ യോഗത്തിൽ കബളിപ്പിച്ച കാശ് വെള്ളാപ്പള്ളി മടക്കി അടച്ച് നാളെ അകത്തു. അല്ല, വെള്ളപ്പള്ളി കാശിനായിട്ടല്ല അടയ്ക്കാത്തത്, ഒരു ഊരാക്കൊടുക്കിലാ പെട്ടിരിക്കുന്നു. ഈ അവസാന കാലത്ത് പുള്ളി ആപ്പല് പെട്ടി, കുരങ്ങന്റെ കൂട്ടർ ആപ്പല് മന്ത്രി വെള്ളപ്പള്ളി വീണിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വെള്ളാപ്പള്ളി അടയ്ക്കാത്ത കയ്യിൽ കാശിനായിട്ടല്ല, ഇടകയിൽ കോടി 150 കോടി കൊടുത്തു MLA-മാരെ പിടിക്കാൻ മുഖ്യമന്ത്രി കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത്തരം ഒരു സ്വാധീനത്തിനാണ് വെള്ളാപ്പള്ളി എത്തിയിരിക്കുന്നത്. ഈ ദുർഗതി, ഈ അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പലരും നമ്മളോട് ചോദിച്ചു, ഇത്ര ഗുരുതര, ഇന്നലെ ഞങ്ങൾ പത്രക്കാർ ചോദിച്ചു, പ്രിയമുള്ള നിങ്ങൾ പത്രക്കാരോട് ഉണ്ടായിരിക്കട്ടെ, ആരെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ നിയമത്തിൽ സംഹിത പ്രകാരം 1300 രൂപ പത്രത്തിൽ നടത്തിയത് നമുക്ക് പത്രസമ്മേളനം നടത്താം. ഞങ്ങൾ പെരിഞ്ഞാൽ നടത്തും, പത്രസമ്മേളനം നടത്തി. എല്ലാ പത്രക്കാരും എത്തി. ഒരു വരി ഒരു പത്രത്തിൽ കൊടുത്തില്ല. കാര്യം എന്താ? നിങ്ങളെ പലരും പറയാം, ഒരു വരി കൊടുത്തില്ല. കാര്യം എന്താ? വെള്ളാപ്പള്ളിയുടെ സ്വാധീനമായിരിക്കാം. എന്റെ പ്രിയപ്പെട്ട പത്രക്കാർ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഓഫീസിൽ വന്ന് 1300 രൂപ മുടക്കി പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങളുടെ വാർത്തയിൽ പ്രാധാന്യം കൊടുക്കണ്ട, വാർത്ത നിരക്ഷകമാണ് കൊടുക്കണ്ട, വാർത്തയിൽ അനാവശ്യമാണ് കൊടുക്കണ്ട. ഞങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഏതെങ്കിലും വിശ്വസിക്കാൻ പത്രങ്ങൾ വിജയിക്കാൻ പറ്റും? കേരളത്തിലെ ഒരു പത്രമോ ഒരു വാർത്താ മാധ്യമമോ കൊടുത്തില്ല. കാര്യം എന്താ? ഇവിടേക്ക് ഇതിനെയാണ് വെള്ളാപ്പള്ളി സ്വാധീനം മനസ്സിലാക്കേണ്ടത്. എന്താ വെള്ളാപ്പള്ളി സ്വാധീനം പറയുന്നത്? ഞാനൊരു ചെറിയ ചരിത്രം പറയാം. വെള്ളാപ്പള്ളി എങ്ങനെ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് പണ്ട് നിങ്ങൾ ഓർമ്മയുണ്ടാവും, കീവുപുരം സമരം, ഐക്യത്തിനപ്പുറം കീവുപുരം സ്ഥലത്ത് ക്രിസ്ത്യാനിയുടെ ഒരു ശ്മശാനം കെട്ടിയെടുക്കുന്ന തർക്കമുണ്ടായിരുന്നു. ഈ സമരത്തിനാണ് വെള്ളാപ്പള്ളി രംഗത്ത് വരുന്നത്. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ പ്രശ്നം എന്താ പറഞ്ഞതാ? ഞാൻ ഈ കീവുപുരത്തെ ഈ ക്രിസ്ത്യാനിയുടെ സ്ഥലത്തിന് വില കൊടുക്കാന്ന് പറഞ്ഞു. അതൊക്കെ വെല്ലുവിളിച്ചത് പറഞ്ഞു. അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മനോരമ പത്രമായിരുന്നു. ഈ മനോരമ പത്രം ഓരോ ദിവസം കേരളത്തിലെ വെള്ളാപ്പള്ളി ഒറ്റ ദിവസം കൊണ്ട് 10,000 കോപ്പി അവസാനം ഒരു മാസം ഉണ്ട്. കേരളത്തിലെ മനോരമ പത്രത്തിന്റെ 10,000 സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വെള്ളാപ്പള്ളി കഴിഞ്ഞു. അതാണ് കഴിവ്. ഇപ്പോഴും വെള്ളാപ്പള്ളിയുടെ ദിവംഗതനായിട്ട് വെള്ളാപ്പള്ളി എന്ന ശവമായിട്ട് പോലും പത്രക്കാര് ഭയപ്പെടുന്ന വെള്ളാപ്പള്ളി വിചാരിച്ചാൽ എന്റെ സർക്കുലേഷൻ പോകുന്നതാണ്. ആ വലിയ കാര്യം വിശ്വസിക്കുന്നു. ഞാൻ കാശിലേക്ക് കിടക്കുന്നത് ഇവിടുത്തെ പത്രപ്രവർത്തകരും കാശ് ഞാൻ ധരിക്കുന്നില്ല. എങ്കിൽ പോലും ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാൻ പറയാണ്, അതോ നിങ്ങൾ മനസ്സിലാക്കേണ്ട നാണക്കേടാ, ജനങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും നമുക്ക് വേണ്ടത് എനിക്കിവിടെ നമ്മുടെ ഈ പങ്കെടുക്കാനുള്ളത്. നമ്മൾ പത്രങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ ഈ രാജ്യത്ത് ജനങ്ങൾ മുഴുവൻ 200 പ്രചരണം കൊടുക്കും. ഈ നമ്മളെ പങ്കെടുത്ത 10-300 പേര് ഇതിന് ശരിയായ പ്രചരണം കൊടുക്കണം. 200 പ്രചരണം കൊടുക്കണം. നമ്മൾ ഒരൊറ്റ വാർത്താ മൊത്തം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരൊക്കെ നമ്മുടെ പിന്നാലെ വരുന്ന കാലഘട്ടം ഉണ്ടാവും. അപ്പോൾ ഇത്ര കൊള്ള നടത്തിയിട്ട്, ഇത്ര വെട്ടിപ്പ് നടത്തിയിട്ട്, ഒരു കേരളത്തെ ഏറ്റവും വീട് സമുദായത്തെ തകർത്തിട്ട് ഒരു പത്രവും ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ടി ഗുരുതരാവസ്ഥയിലേക്ക്. അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പത്രമാധ്യമങ്ങളുടെ ഇത്ര ദുരിതാപരമായ നിലപാടിനെയാണ് നമ്മൾ തോന്നിയത്. അപ്പൊ അങ്ങനെ പത്രക്കാർ കൊടുക്കാത്ത ഈ സമിതി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് പ്രചാരണം കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പൊ ഇത്രയും ഗുരുതരമായ സാഹചര്യം മനസ്സിലാക്കാം. രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മളിവിടെ മുന്നണി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴത്തേക്ക് കേരളത്തിലെ മുഴുവൻ മുന്നണികളും ഈ കാര്യത്തിൽ ഇവിടുത്തെ ഈഴവ സമുദായത്തിലാണ് വഞ്ചനയെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഞാൻ അവസരം. പ്രിയമുള്ള, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനോട് ചന്ദ്രശേഖർ സാർ ഉദ്ഘാടനത്തിൽ കാര്യങ്ങൾ പറയും. അപ്പൊ ഇതാണ് ഈ സാമൂഹ്യ വികസനത്തിനെ കുറിച്ച് ഈ സംഘടനയിൽ മനസ്സിലാക്കുന്നത്. നമുക്ക് മുന്നേറണം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പറയാനുള്ളത് ഞാൻ വളരെ ഒന്നുകൂടെ സൂക്ഷിച്ചു പറയുന്നു. നമ്മളിൽ വളരെ സാധാരണ പ്രതിനിധിക്കുന്നവരല്ല ഞാൻ ഓരോ പോരാളികളെ കാണുന്നത്. ഇരിക്കുന്ന ഓരോ പോരാളികളായി മാറിക്കൊണ്ട്, ഓരോ വ്യക്തികളായി മാറിക്കൊണ്ട് ഈ അനീതിക്കെതിരെ പോരാട്ട രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയം സമാഗതമായിരിക്കുന്നു. അപ്പൊ ഞാൻ ചുരുക്കി പറയാം, ശരിക്കും വെള്ളാപ്പള്ളി എന്ന് വ്യക്തി ഇപ്പൊ കേരളത്തിലെ SNDP യൂണിയന്റെ ആരുമല്ല. SNDP ആസ്ഥാനത്തിരിക്കുന്ന ആളല്ല. കൊള്ളയടിച്ച് നശിപ്പിച്ച ഈ പ്രസ്ഥാനത്ത് നശിപ്പിച്ച SNDP യൂണിയൻ ആസ്ഥാനം പോലും നശിപ്പിച്ച വെള്ളാപ്പള്ളി നടത്തിലേക്കും ചെയ്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കാൻ ഓരോ രംഗത്തും മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.